നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. തിരുപ്പതി ലഡ്ഡു നെയ്യിൽ മായം കലർത്തിയ കേസിൽ സിബിഐയുടെ പ്രത്യേക അന്വേഷണ സംഘം തമിഴ്നാട് നാഡു ഡയറി MD ഉൾപ്പെടെ 4 പേരെ കസ്റ്റഡിയിലെടുത്തു. ഉത്തരാഖണ്ഡ് ആസ്ഥാനമായുള്ള ഭോലെ ബാബ ഡയറിയിലെ വിപിൻ ജെയിൻ, പോമിൽ ജെയിൻ, നെല്ലൂരിൽ നിന്നുള്ള വൈഷ്ണവി ഡയറിയെ പ്രതിനിധീകരിച്ച അപൂർവ ചൌഡ എന്നിവരാണ് മറ്റു 3 പേർ. 3 ദിവസം ചോദ്യം ചെയ്തതിനു ശേഷമാണ് സിബിഐ 4 പേരെയും അറസ്റ്റ് ചെയ്തതെന്ന് വൃത്തങ്ങൾ അറിയിച്ചു. പ്രതികളെ റിമാൻഡ് ചെയ്യുന്നതിനായി തിരുപ്പതിയിലെ ലോക്കൽ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി. SIT നടത്തിയ അന്വേഷണത്തിൽ നെയ് വിതരണത്തിനിടെ ഗുരുതരമായ ക്രമക്കേടുകളും ഓരോ ഘട്ടത്തിലും ക്രമക്കേടുകളും കണ്ടെത്തിയതായി അറിയിച്ചു. ലഡ്ഡു ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന നെയ്യിൽ പോത്തിന്റെയും പന്നിയുടെയും കൊഴുപ്പും മീനെണ്ണയും പാമോയിലും അടങ്ങിയിട്ടുണ്ടെന്നും ലാബ് റിപ്പോർട്ടുകൾ സ്ഥിരീകരിച്ചിരുന്നു. ഗുജറാത്തിലെ നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡിലെ സെന്റർ ഓഫ് അനാലിസിസ് ആൻഡ് ലേണിംഗ് ലൈഫ് സ്റ്റോക്ക് ആൻഡ് ഫുഡ് CALF പുറത്തിറക്കിയ റിപ്പോർട്ടിലാണ് പ്രസിദ്ധമായ തിരുപ്പതി ലഡ്ഡു നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന നെയ്യിൽ മൃഗക്കൊഴുപ്പ് കണ്ടെത്തിയതായി അറിയിച്ചത്. എന്നാൽ ജഗൻമോഹൻ റെഡ്ഡിയുടെ നേതൃത്വത്തിലുള്ള മുൻ സർക്കാർ ലഡ്ഡു പ്രസാദം തയ്യാറാക്കാൻ നെയ്യ്ക്ക് പകരം മൃഗക്കൊഴുപ്പ് ഉപയോഗിച്ചെന്ന് ആന്ധ്ര മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു പറഞ്ഞതോടെയാണ് വിവാദം ആളിക്കത്തിയത്. ശ്രീകോവിലിന്റെ മേൽനോട്ടം വഹിക്കുന്ന ക്ഷേത്ര ട്രസ്റ്റായ തിരുമല തിരുപ്പതി ദേവസ്ഥാനം TTD നായിഡുവിന്റെ അവകാശവാദം അംഗീകരിച്ചതോടെ ഈ വിഷയം വലിയ വിവാദത്തിന് തിരികൊളുത്തുകയായിരുന്നു. തിരുമല തിരുപ്പതി ദേവസ്ഥാനം TTD AR ഡയറിയെ കരിമ്പട്ടികയിൽപ്പെടുത്തുകയും അവർക്കെതിരെ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുകയും ചെയ്തു. സംസ്ഥാന സർക്കാർ അന്വേഷണം ആരംഭിച്ചപ്പോൾ വിഷയം സുപ്രീം കോടതിയുടെ വാതിലിലെത്തി. മായം കലർത്തൽ ക്ലെയിമുകൾ അന്വേഷിക്കാൻ CIT രൂപീകരിക്കാൻ CBIയോട് കോടതി ഉത്തരവിട്ടു. വിനേഷ് പ്രഭു CBI SP വിശാഖപട്ടണം, മുരളി രംഭ ഗുണ്ടൂർ IG, സർവശ്രേഷ്ഠ ത്രിപാഠി വിശാഖപട്ടണം റേഞ്ച് DIG ഗോപിനാഥ് ജട്ടി, ഒരു FSSAI ഉദ്യോഗസ്ഥൻ എന്നിവർ CBI അന്വേഷണത്തിന്റെ ഭാഗമായി. ജമ്മു കാശ്മീരിലെ റിയാസി ജില്ലയിലെ വൈഷ്ണവ ദേവി ക്ഷേത്രത്തിന്റെ പവിത്രത നിലനിർത്തുന്നതിനായി മദ്യത്തിന്റെയും മാംസാഹാരത്തിന്റെയും വിൽപ്പന, കൈവശം വയ്ക്കൽ, ഉപഭോഗം എന്നിവയ്ക്കുള്ള നിരോധനം 2 മാസത്തേക്ക് കൂടി നീട്ടിയതായി ഉദ്യോഗസ്ഥർ ഞായറാഴ്ച പ്രഖ്യാപിച്ചു. റിയാസി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന പുണ്യക്ഷേത്രം സന്ദർശിക്കുന്ന തീർത്ഥാടകരുടെ ബേസ് ക്യാമ്പായ കത്രയിലും ഈ നിരോധനം നിലനിൽക്കും. ത്രികൂടക്കുന്നുകളിൽ സ്ഥിതി ചെയ്യുന്ന കത്രയിൽ നിന്ന് വൈഷ്ണവദേവി ഗുഹാക്ഷേത്രത്തിലേക്കുള്ള 12 കിലോമീറ്റർ പാതയിലാണ് നിരോധനം നടപ്പാക്കുക. ട്രാക്കിന്റെ ഇരുവശത്തുമുള്ള 2 കിലോമീറ്റർ ചുറ്റളവിലുള്ള ഗ്രാമങ്ങളിൽ ഉൾപ്പെടെ ചുറ്റുമുള്ള പ്രദേശങ്ങളും നിരോധനം നടപ്പാക്കും. അർലി, ഹൻസാലി, മതാൽ ഗ്രാമങ്ങളിൽ നിരോധന മേഖലയിൽ ഉൾപ്പെടുന്നുണ്ട്. കത്ര, തിക്രി റോഡുകളിലെ പ്രദേശത്തും ഈ നിയന്ത്രണം ബാധകമാകും. ഇത് ഇരുവശത്തും 200 മീറ്റർ നിരോധനം ഏർപ്പെടുത്തും. ഇത് ചമ്പ, സെർലി, ഭക്ത തുടങ്ങിയ ഗ്രാമങ്ങളെയും ബാധിക്കും. ഈ പ്രദേശങ്ങൾക്ക് പുറമെ കത്ര ജമ്മു റോഡിലൂടെയും നിയന്ത്രണം വ്യാപിപ്പിക്കും. ഇതിൽ കുന്ദ്രോറിയൻ, കോഡ്ലി, ബജ്രാലിയൻ, നൊമേൽ, മാഗൽ തുടങ്ങിയ ഗ്രാമങ്ങളുടെ ഇരുവശത്തും 200 മീറ്റർ ചുറ്റളവിൽ ഉൾപ്പെടും. കത്രയിൽ നിന്നും നൌദേവിൻ വരെയുള്ള ഭാഗം ഉൾക്കൊള്ളുന്ന കത്ര റിയാസി റോഡിലും അഖർജിറ്റോ നൌദേവിയൻ മാർക്കറ്റുകളിലും നിരോധനം ബാധകമാകും. റോഡിന്റെ ഇരുവശത്തും 200 മീറ്റർ ചുറ്റളവിൽ നിരോധനം ബാധകമാകും. കൂടാതെ കത്ര സൂൽ റോഡ് റെയിൽവേ സ്റ്റേഷന് ചുറ്റുമുള്ള പ്രദേശങ്ങളും പന്തൽ ഡൊമൈൽ റോഡും സമാനമായ നിയന്ത്രണങ്ങൾക്ക് വിധേയമായിരിക്കും. പ്രത്യേകിച്ചും കത്ര സൂൾ റോഡിന്റെ ഇരുവശത്തും 200 മീറ്റർ നിയന്ത്രണവും പന്തൽ ഡൊമൈൽ റോഡിൽ ഇരുവശത്തും 100 മീറ്റർ നിയന്ത്രണവും ഉണ്ടായിരിക്കും. വൈഷ്ണോദേവി തീർത്ഥാടനത്തിന്റെ ആത്മീയ അന്തരീക്ഷം സംരക്ഷിക്കുന്നതിനും ആയിരക്കണക്കിന് ഭക്തർക്ക് ശാന്തമായ അന്തരീക്ഷം ഉറപ്പാക്കുന്നതിനുമുള്ള അധികാരികളുടെ നിരന്തരമായ ശ്രമങ്ങളുടെ ഭാഗമാണ് നിരോധനം നീട്ടൽ എന്നാണ് അറിയിച്ചിരിക്കുന്നത്. നേരത്തെ തിരുപ്പരൻകുന്നം മുരുകൻ കുന്നിനെ ഇസ്ലാമവൽക്കരിക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി SDPIയും മറ്റു മതമൗലികവാദ സംഘടനകളും കുന്നിൻ മുകളിൽ ആടിനെയും കോഴിയെയും അറുക്കാനും സിക്കന്ദറിലെ ദർഗയിൽ ബിരിയാണി പാകം ചെയ്യാനും നമസ്കരിക്കാനും പദ്ധതിയിടുന്നതായി പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ ഹിന്ദു സംഘടനകളുടെ സമയോചിതമായ ഇടപെടൽ കൊണ്ട് അത് തടയാൻ സാധിച്ചു. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.